ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വിഷയം ഷാജിദ ഷാജി റിലേറ്റഡ് ആണ്. കാര്യം ഇപ്പോൾ ഒരുപാട് ന്യൂസ് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഷാജിദ ഷാജിക്കെതിരെ ജസ്ന എന്ന് പറയുന്ന യൂട്യൂബർ കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു വിഷ്വലും കാണിക്കുന്നുണ്ട്, എല്ലാവരുടെയും ചാനലിൽ കാണിക്കുന്നുണ്ട്. ജസ്ന കേസ് കൊടുക്കാൻ പോകുന്നതും SP ഓഫീസിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതുമായ ഒരു ഷോർട്ട് വിഷ്വൽ കാണിക്കുന്നുണ്ട്. അതിൽ അവരൊന്നും പറയുന്നതായിട്ടൊന്നും കേൾക്കുന്നില്ല, അങ്ങോട്ട് പോകുന്നു തിരിച്ചു വരുന്നു, അത്ര തന്നെ. അപ്പോൾ അതെടുത്തിട്ട് എല്ലാവരും പറയുന്നുണ്ട് അവർക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷനാണ്, അവർ ഈ ഷാജിദ ഷാജിക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്നതാണ്. കാരണം എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. ഈ ഷാജിദ ഒരാളുമായിട്ട് കല്യാണം ഉറപ്പിച്ചിരുന്നു, മഹറൊക്കെ വാങ്ങിയിരുന്നു, അയാളുടെ കയ്യിൽ നിന്ന് ക്യാഷും വാങ്ങിയിരുന്നു. അതിനുശേഷം അയാളെ ഉപേക്ഷിച്ചിട്ടാണ് വേറൊരാളുമായിട്ട് കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞത്. ആ കല്യാണം ഉറപ്പിച്ചിരുന്ന ആളുടെ വോയിസ് പുറത്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഷാജിദ ഷാജി പറഞ്ഞു, ഇയാൾക്ക് ഞാനുമായിട്ട് മാത്രമല്ല ബന്ധമുള്ളത്, ജസ്ന എന്ന് പറയുന്ന യൂട്യൂബറുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് ജസ്നയുടെ ഫോട്ടോ സഹിതം പുറത്തു വിടുകയും ഈ റഫൂഖിൻ്റെ ഫോട്ടോ പുറത്തു വിട്ടു, ജസ്നയുടെ ഫോട്ടോ പുറത്തു വിട്ടു. ഇതാണ് ജസ്നയുടെ കാമുകനായ റഫൂഖ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരുപാട് അങ്ങനെ ഇൻസൾട്ട് ചെയ്യപ്പെട്ടു ഈ ജസ്ന എന്ന് പറയുന്ന യൂട്യൂബർ. ഇതിൽ നിജസ്ഥിതി ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഞാൻ അപ്പം തന്നെ ചിന്തിച്ചു, ഇതിൽ നിജസ്ഥിതി ഇല്ലെങ്കിൽ ആരാണെങ്കിലും അപ്പം തന്നെ കൊണ്ടുപോയി കേസ് കൊടുക്കുമെന്ന് ഞാൻ വിചാരിച്ച കാര്യമാണ്. പിന്നെ ഇതിൽ വേറൊരു കാര്യമുണ്ട്. അപ്പോഴും ഞാൻ ചിന്തിച്ചു, ഷാജിദയ്ക്കെതിരെ മാത്രം കേസ് കൊടുത്താൽ പോരാ. ഇതിൽ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റഫൂഖ് എന്ന് പറയുന്ന ആളാണല്ലോ ഷാജിദയോട് ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് കള്ളമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയില്ല. അവർ ആ വോയിസ് ഒന്നും പുറത്തു വിട്ടില്ല. അതൊക്കെ എന്തായാലും അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ റഫൂഖ് എന്ന് പറയുന്ന ഇയാൾ പറഞ്ഞത് കള്ളമാണെങ്കിൽ ഇയാൾക്കെതിരെയും ഫസ്റ്റ് തന്നെ കേസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തായാലും ആ റഫൂഖിൻ്റെ ഒരു വോയിസ് നമ്മുടെ സൂഫി സഫർ മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കേൾക്കാം. അപവാദം പറഞ്ഞുണ്ടാക്കി എന്ന് പറയുന്നവർ റഹൂഫ് എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞ ഈ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കൂ. എനിക്ക് ജസ്ന മതിയേന്, അത്ര അതിന്റെ അപ്പുറത്ത് കൊത്തു വേണ്ട. ഈ വിചാരിച്ച ആളല്ലേ ഞാൻ, അത് മനസ്സിലാക്കി ചോളേറ്റി. ജസ്നും തിരുത്തൂല, ഓളും തിരുത്തൂല, ആർക്ക് അതിന്റെ ഒരു എവിഡൻസ് കിട്ടൂല. ഞാനും ഓളേറ്റ് എന്താ ബന്ധമെന്നുണ്ട് അത് ഞാൻ സാജിദാനോട് തുറന്ന് പറഞ്ഞതാ. ഞാൻ കൊടുത്ത കട്ടുമല ഓളമ്മ കിടക്കണ ജസ്നന്റെ, ഓളമ്മ എന്നും പറയേ. അങ്ങനെ റഹൂഫ് എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ? ഇതിൽ എവിടെയാണ് ഷാജിദ ഷാജി കുറ്റക്കാരിയാവുന്നത്? കേട്ടില്ലേ? ഇതാണ് റഫൂഖ് ജസ്നയ്ക്കെതിരെ സംസാരിക്കുന്ന ആ ഒരു വോയിസ്. ഇനിയും ഉണ്ടെന്ന് അയാൾ പറയുന്നുണ്ട്. അതൊക്കെ പുറത്തു വിട്ടാൽ റഫൂഖ് താങ്ങൂല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജസ്നയുടെ ഉമ്മ കിടക്കുന്ന കട്ടില് പോലും ഇയാൾ മേടിച്ചു കൊടുത്തതാണ് എന്നാണ് പറയുന്നത്. ഈ സ്ത്രീകളൊക്കെ എന്തു ഭാവിച്ചിട്ടാന്ന് എനിക്ക് അതിശയം തോന്നുകയാണ്. ഇത് സത്യമല്ല എന്നുണ്ടെങ്കിൽ ഇത് തെളിയിക്കേണ്ട ആ ഒരു കടമ എന്ന് പറയുന്നത് ജസ്നയ്ക്കുള്ളതാണ്. ഇത്രയധികം ഒരു സ്ത്രീയെ ഒരു കാരണവുമില്ലാതെയാണ് മറ്റുള്ളവരെല്ലാവരും കൂടെ നാണം കെടുത്തുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് അപവാദ പ്രചരണം നടത്തുന്നത് എന്നുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ട കടമ ജസ്നയ്ക്കുണ്ട്. ഇങ്ങനെ ഒരു സ്ത്രീയെ പറ്റിയിട്ട് വെറുതെ പറയാവോ? അപ്പോൾ അതിന് ഫസ്റ്റ് ആക്ഷൻ എടുക്കേണ്ടത് ഈ പറയുന്ന റഫൂഖ് എന്ന് പറയുന്ന ആൾക്കെതിരെ തന്നെയാണ്. ഷാജിദയ്ക്കെതിരെ കേസ് കൊടുക്കേണ്ടത് തെറ്റായിപ്പോയി എന്നൊന്നും അല്ല ഒരിക്കലും ഞാൻ പറയുന്നത്. പക്ഷേ ഫസ്റ്റ് ആക്ഷൻ എടുക്കേണ്ടത് ഈ റഫൂഖ് എന്ന് പറയുന്ന ആൾക്കെതിരെ തന്നെയാണ്. വീണ്ടും എനിക്കൊരു സംശയമുണ്ട്. ഒരാളും വെറുതെ ഒരു തെളിവുമില്ലാതെ ഇങ്ങനെ പറയുമെന്നും എനിക്ക് തോന്നുന്നില്ല. കാര്യം ഷാജിദയുടെ കാര്യം തന്നെ നമുക്കറിയാം. നിസാരം ഒരു പരിചയമായപ്പോൾ തന്നെ മഹർ മേടിക്കാനും അതിനും ഇതിനും ഒക്കെ ആയിട്ട് അയാൾ നല്ല രീതിയിൽ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. ഷാജിദ് അത് കൈ നീട്ടി വാങ്ങിയിട്ടുമുണ്ട്. ഈ സുഫി സഫർ മീഡിയ എന്ന് പറയുന്ന ചാനലിൽ അദ്ദേഹം ഈ ഷാജിദയെ വല്ലാണ്ട് നന്നാക്കാൻ ശ്രമിച്ചാണ് സംസാരിക്കുന്നത്. അവരെ അനുകമ്പയോടെയാണ് സംസാരിക്കുന്നത്. അവർക്കെതിരെ ആളുകളെ ഇങ്ങനെ നിൽക്കുന്നതിനെ ആളുകളെ വിമർശിച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഒരിക്കലും ഷാജിദയെ നല്ല പുള്ളിയാക്കാൻ നോക്കിയിട്ട് യാതൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷാജിദയും ഈ ടൈപ്പ് തന്നെയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് മരിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു ലേഡി അവർക്ക് വീട്ടിൽ ബന്ധുക്കാരുണ്ടാവുമല്ലോ, ഒന്നും അല്ലെങ്കിൽ ഉമ്മ കൂടെ ഉണ്ടല്ലോ. ആരെങ്കിലുമായിട്ട് പുതിയൊരു കല്യാണം വേണമെങ്കിൽ ആലോചിക്കാം. ഇത് ഗൾഫിലെന്തോ കിടക്കുന്ന ഒരു മനുഷ്യൻ എല്ലാം തനിയെ അങ്ങ് തീരുമാനിക്കുകയാണ്. മഹർ മേടിക്കാൻ ക്യാഷ് എല്ലാം കൈ നീട്ടി വാങ്ങാൻ നല്ല പോലെ അറിയാം. അത് തന്നെ തെറ്റാണ്. അത് കഴിഞ്ഞ് ഇയാൾക്ക് വേറൊരു ബന്ധമുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ വേറൊരെണ്ണം സെറ്റാക്കി നിർത്തിയിട്ടുമുണ്ടായിരുന്നു. അതുമായിട്ട് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്നു, പിന്നെ കഴിച്ചിട്ടില്ല എന്ന് പറയുന്നു. ആ ചെറുക്കൻ്റെ കൂടെ വയനാട് കറങ്ങാൻ പോകുന്നു, റൂം എടുത്ത് താമസിക്കുന്നു. ഇതൊക്കെ തെറ്റല്ല എന്നാണോ താങ്കൾ പറയുന്നത്? ആ വീഡിയോയിൽ ഉടനീളം താങ്കൾ ഷാജിദയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് കൊണ്ട് ചോദിക്കുകയാണ്, ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്ന
കാര്യമാണ് അവർ ചെയ്തേക്കുന്നത്. അതും 5 മക്കളുടെ അമ്മ എന്ന് പറയുന്നു. 5 മക്കളുടെ അമ്മയായ വിധവയായ ഒരു സ്ത്രീ ചെയ്യേണ്ട കാര്യങ്ങളാണോ അവർ ചെയ്തേക്കുന്നത്? അപ്പോൾ അവരിപ്പോൾ സൈബർ ആക്രമണമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേരിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ തന്നെയാണ് അവർ നേരിടുന്നത്. അതേപോലെ തന്നെയാണ് ജസ്നയുടെ കാര്യം. ജസ്ന അയാളുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചിട്ടില്ല, ജസ്നയുടെ അമ്മ കിടക്കുന്ന കട്ടിൽ അയാൾ വാങ്ങി തന്നതല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ജസ്നയ്ക്കാണ്. ഒരു സ്ത്രീയെപ്പറ്റി വെറുതെ ഇങ്ങനെ വന്ന് പറയാവോ? അത് എത്ര വലിയ തെറ്റാണ്, എത്ര വലിയ കുറ്റകരമായ കാര്യമാണ്. അപ്പോൾ ഉടനെ തന്നെ അതിനൊരു നടപടി എടുക്കേണ്ടത് ജസ്നയുടെ കടമയാണ്, ആക്ഷൻ എടുക്കേണ്ടത് ജസ്നയുടെ കടമയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഷാജിദയെ കഴിഞ്ഞും അത്യാവശ്യമായിട്ട് കേസ് കൊടുക്കേണ്ടത് ഇത് തെറ്റാണെങ്കിൽ ഈ റഫൂഖിനെതിരെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ സത്യമാണെന്നുണ്ടെങ്കിൽ അവർ എന്ത് പറഞ്ഞിട്ട് കൊണ്ടുപോയി കേസ് കൊടുക്കും? ഇത്രയും ക്യാഷൊക്കെ അവർ കൈനീട്ടി വാങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞിട്ട് കേസ് കൊടുക്കും? അപ്പോൾ ഇപ്പോൾ ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന് ഇരുന്നിട്ട് ഞങ്ങളുടെ കുടുംബക്കാരെങ്ങനെയാണ്, കുടുംബം എങ്ങനെയാണ്, കൂടുതലും ഫാമിലി വ്ളോഗ്സ് തന്നെയാണ് കേട്ടോ. അല്ലാതെ ഈ റിയാക്ഷൻ ചെയ്യുന്നവരെ മറ്റേ ഒരു കണ്ടന്റ് കണ്ടിട്ട് അതെടുത്ത് റിയാക്ട് ചെയ്യുന്നു എന്നല്ലാതെ അവർ വേറെ പ്രത്യേകിച്ച് അവരുടെ കുടുംബം എങ്ങനെയാണ്, അതാണ് ഇതാണെന്നും പറഞ്ഞിട്ട് പൊള്ളയായിട്ടുള്ള സംഭവങ്ങളൊന്നും എടുത്ത് കാണിക്കുന്നില്ല. ഉള്ളതിനെ ഇതേപോലെ ഫേക്ക് ആയിട്ടുള്ള മുഖങ്ങളെ തുറന്നു കാണിക്കുന്നു ഒന്നുകൂടെ. അത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും നമ്മൾ കേട്ടിരിക്കണം, കേട്ട് മിണ്ടാതെ അവരെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ സൊസൈറ്റി തന്നെ കുറേ നാൾ കഴിയുമ്പോൾ ഇങ്ങനെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും മാത്രം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ മാത്രമുള്ള ഒരു സമൂഹമായിട്ട് മാറും. അപ്പോൾ അതിനെ ഇങ്ങനെ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണെന്നാണ് ഞാൻ അന്നും ഇന്നും വിചാരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് പ്രണവിൻ്റെയൊക്കെ ആ ഒരു ഇഷ്യൂ തന്നെ. അവരുടെ വീഡിയോസൊക്കെ കണ്ടാൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഷോർട്സ് കാണും, അവരുടെ പഴയ ഷോർട്സൊക്കെ കാണുമ്പോൾ മകനും മരുമകൾക്കുമൊക്കെ ചോറ് വാരി കൊടുക്കുന്ന അമ്മായിയമ്മ, അങ്ങനെ എത്ര വിഷ്വൽസ് ജനങ്ങളെല്ലാം കണ്ടവരെ നെഞ്ചിലേറ്റി വെച്ചിരുന്നതാണ്. ഇപ്പോൾ കണ്ടോ? ഇപ്പോൾ ഒറ്റ വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലായി അവരുടെ വീട്ടിലെ അന്തരീക്ഷം എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ എല്ലാത്തിലും ഇങ്ങനെ ജനങ്ങളെ ഒട്ടുമിക്ക എണ്ണത്തിലും ജനങ്ങളെ പറ്റിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഫാമിലി വ്ളോഗ്സ് ചെയ്യുന്ന എല്ലാവരും ഇല്ല കേട്ടോ, നന്നായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, മിക്ക ആളുകളും തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഞാനിപ്പം 2 ദിവസമായി എന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഷാജിദയ്ക്കെതിരെ കേസെന്നും പറഞ്ഞിട്ടൊക്കെ ആളുകൾ ഇങ്ങനെ വീഡിയോസ് ഇട്ടപ്പോഴും എനിക്കത് എടുക്കാനായിട്ട് തോന്നിയില്ല. കാര്യം എന്താ വെച്ചാൽ ഞാൻ അപ്പോഴും ചിന്തിച്ചത് ഇത് കള്ളമാണെന്നുണ്ടെങ്കിൽ അവർ ആദ്യം കേസ് കൊടുക്കേണ്ടത് ഈ പറയുന്ന റഫൂഖിനെതിരെയാണെന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇന്ന് ഈ സുഫി സഫർ മീഡിയയിൽ അയാളുടെ വോയിസ് തന്നെ കേട്ടത്. അപ്പോൾ അവർ റഫൂഖിനെതിരെ കേസ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സത്യമാണെന്ന് വിശ്വസിക്കാനേ ജനങ്ങൾക്ക് തരവുള്ളൂ. കാര്യം ജനങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് എന്താണ് എന്ന് ചോദിക്കുന്നവരോടൊന്ന് പറയട്ടെ, ഇവരെന്തിനാണ് ഇതെല്ലാം കൊണ്ടുവന്ന് ഈ പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിടുന്നത്? അതുകൊണ്ടാണ് ജനങ്ങൾ ഇതിനെ എടുത്ത് ക്രിറ്റിസൈസ് ചെയ്യുന്നത്. അല്ലാതെ പിന്നെ എല്ലാം നിങ്ങൾ പറയുന്നത് പോലെ തന്നെ, ഇപ്പോൾ സൂഫി സഫർ മീഡിയയിലെ അയാൾ പറയുന്നത് പോലെ തന്നെ എല്ലാവരും ചെയ്യുന്നത്, എത്ര തെറ്റ് ചെയ്താലും അവരെ ക്രൂശിക്കരുത്, അവരെ ഒന്നും പറയരുത് എന്ന് പറയുന്നതിനോട് ഞാനൊരിക്കലും യോജിക്കുന്നില്ല. കാര്യം അത് വീണ്ടും ഒരുപാട് തെറ്റുകൾ മാത്രം ചെയ്ത് എങ്ങനെയെങ്കിലും ക്യാഷ് ഉണ്ടാക്കിയാൽ മതി എന്നുള്ള ജനങ്ങളുടെ ആർത്തിയെ അത് വളർത്താനേ ഉപകരിക്കുകയുള്ളൂ. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്ഥിരം ഇടയ്ക്കൊക്കെ കമൻറ്റ് ഇടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ബാക്കി 2-3 കമൻസിൽ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ അവരോട് മാത്രമാണ് പറയുന്നത് കേട്ടോ. കാര്യം എനിക്ക് പേഴ്സണലായിട്ട് അവരെ ഞാൻ ആരെയും കോൺടാക്ട് ചെയ്യാറില്ല. അതുകൊണ്ട് അവരോട് മാത്രം ഞാൻ പറയുകയാണ്. ഞാൻ ജസ്റ്റ് ആ കമൻറ്റ് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് മറ്റുള്ളവരുടെ ഇപ്പം മര്യാദയ്ക്ക് ജീവിക്കുന്ന ചിലരുടെ ജീവിതത്തെ ബാധിക്കും എന്ന് കരുതിയിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്തതാണ്. ഇപ്പോഴുണ്ടായ ഒരു തിരിച്ചറിവാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ അവരുടെ നാട്ടിൽ പോയി അന്വേഷിച്ചപ്പോൾ ആ വ്യക്തി ഇപ്പം നല്ലതല്ല എന്നറിഞ്ഞു എന്നാണ് നിങ്ങൾ പറയുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാനത് തിരക്കുന്നേയില്ല. കാര്യം ഞാൻ അന്നും ഇന്നും പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. 4-5 വർഷമായിട്ട് വ്യക്തിഹത്യ ചെയ്യുക, മര്യാദയ്ക്ക് സമൂഹത്തിൽ ഇപ്പം എൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്പം മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളെ പറ്റിയിട്ട് വന്ന് വല്ലാണ്ട് വിമർശിക്കുക, വൃത്തികേട് പറയുക, അത് പബ്ലിക്കിൽ വന്നിരുന്നിട്ട് അത് ഇതേപോലെയുള്ള ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാകുന്ന ഒരു കാര്യമാണ്. അത് പബ്ലിക്കിൽ പറയേണ്ട. അവർ കുടുംബക്കാരാകുമ്പോൾ കുടുംബത്തെ പ്രശ്നം കുടുംബത്ത് പറഞ്ഞു തീർക്കട്ടെ, അല്ലെങ്കിൽ 1, 2, 3 തവണ പറയട്ടെ.
നിരന്തരം പറഞ്ഞതിനെയാണ് ഞാൻ അന്നും ഇന്നും എതിർക്കുന്നത്. അല്ലാതെ ഇവർ നല്ലതാണെന്നോ അല്ലെങ്കിൽ അവർ നല്ലതാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഇവർ തെറ്റുകൾ ചെയ്തിട്ടില്ല എന്നുള്ളതിന് എൻ്റെ അടുത്ത് തെളിവൊന്നുമില്ല, ചെയ്തു എന്നുള്ളതിനും എൻ്റെ അടുത്ത് തെളിവൊന്നുമില്ല. പിന്നെ അവരുടെ നാട്ടിൽ പോയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ മൊത്തം അന്വേഷിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിരുന്ന് പറയുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടി അല്ല. കാര്യം അങ്ങനെ ഒരു ദൗത്യം എന്നെ ആരും ഏൽപ്പിച്ചിട്ടില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ തന്നെ വരുന്നതിനെ എടുത്ത് വിമർശിക്കാൻ എനിക്ക് റൈറ്റ് ഉണ്ട്, അതേ ഞാൻ ചെയ്തുള്ളൂ. അപ്പോൾ കുറേ കാലമായിട്ടും ഒരു വിഷയം തന്നെ ഇങ്ങനെ പറഞ്ഞ് അവരെ എങ്ങനെ ആത്മഹത്യ ചെയ്യിപ്പിക്കാം എന്ന ഒരു ലെവലിലേക്ക് അത് പോയത് കൊണ്ടാണ് ഞാൻ ആ വിഷയത്തിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചുകൊണ്ടിരുന്നത്. അത് അന്നും ഇന്നും എന്നും ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. കാര്യം പറഞ്ഞു തീരാത്ത സ്വന്തം ബ്ലഡ് ആണെന്ന് പോലും നോക്കാതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് അറ്റാക്ക് ചെയ്തതിനെതിരെയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അവർ തെറ്റുകാരിയല്ല എന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ലല്ലോ അവർ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ ആ കമൻറ്റിനുള്ള മറുപടി മാത്രമാണ് കേട്ടോ. അത് ലെങ്തി ആയിട്ടുള്ള ഒരു കമൻ്റ് ആയിരുന്നു. എനിക്കതിനപ്പോൾ ടൈപ്പ് ചെയ്യാനും എനിക്ക് ഒന്നാമത് ടൈപ്പ് ചെയ്യാൻ മടിയാണ്. അപ്പോൾ അത്രയും ടൈപ്പ് ചെയ്യാനായിട്ട് എനിക്ക് ടൈമും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഞാനത് അവരെ ഒരിക്കലും ന്യായീകരിച്ചിട്ടല്ല ഞാൻ സംസാരിച്ചിട്ടുള്ളത്. തെറ്റ് ചെയ്തിട്ടില്ല എന്നുമല്ല പറഞ്ഞേക്കുന്നത്. നിരന്തരം സോഷ്യൽ മീഡിയയിൽ വന്ന് അവർക്കെതിരെ അവരെ അറ്റാക്ക് ചെയ്ത് അതിന് ക്യാഷ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും സ്വന്തം കുടുംബമാണെന്ന് പോലും നോക്കാതെ വലിച്ചു കീറുന്നതിനെതിരെ തന്നെയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയും ഇപ്പോൾ റഫൂഖിൻ്റെ വോയിസ് ഇനിയും അവരുടെ കയ്യിലുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അന്നേരം നമുക്ക് നോക്കാം ഇനിയും ആരുടെയൊക്കെ മുഖംമൂടി പുറത്താകും, ആരൊക്കെ ഇയാളുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലുള്ള ഇതുപോലുള്ള സ്ത്രീകൾക്ക് മുഴുവൻ ക്യാഷ് കൊടുക്കുന്ന ഒരു ഇപ്പോൾ എന്താ പറയുക, കാമദേവൻ എന്നൊക്കെ പറയുന്നത് പോലെ ക്യാഷ് ദേവനാണോ അയാൾ എന്നൊക്കെ നമുക്ക് താമസിക്കാതെ തന്നെ അറിയാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.